Hello guys, welcome back. Today I am going to teach you how to make chicken curry. It's not easy, it's very difficult. അപ്പോൾ ഇതിനകത്ത് ഉള്ളി തക്കാളി പച്ചമുളകും മസ്റ്റായിട്ട് വേണം. ഇതിൽ ഈ ചിക്കൻ കറീൻ്റെ മാസ്റ്റർ പീസാണ് ഗൈസ്. പിന്നെ വേറൊരു സാധനം കൂടിയുണ്ട്, ഇഞ്ചി. ഇഞ്ചി എന്ന് പറയുന്നത് കറിക്കൊരു നല്ല സ്മെല്ല് കിട്ടണമെങ്കിൽ ഇഞ്ചി മസ്റ്റാണ് ഗൈസ് ചിക്കൻ കറിക്ക്. അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ ഈ ചിക്കൻ കറി ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം ഇതെല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം ഗൈസ്. ഓക്കെ, ശേഷം നമ്മൾ പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ട് എണ്ണ വെച്ചതിന് ശേഷം നമ്മൾ ഉള്ളി പച്ചമുളക് ഇഞ്ചിയെല്ലാം ഫസ്റ്റ് ഇട്ട് കൊടുക്കണം, കാരണം മണം മാറണമല്ലോ, പച്ചമണം. ശേഷം നമുക്ക് നല്ല വൃത്തിക്ക് ഇളക്കി കൊടുക്കുക ഗൈസ്. അതിന് ശേഷം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഉള്ളി ഒരു ബ്രൗണിഷ് കളറിലേക്ക് ചേഞ്ച് ആകുന്ന ടൈമിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ മാസ്റ്റർ പീസായ തക്കാളി ഇട്ട് കൊടുക്കുക ഗൈസ്. അപ്പോൾ നല്ല തക്കാളി ഇട്ടിട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കണം കുറച്ച് സമയം. പിന്നെ ഞാൻ മഞ്ഞൾപ്പൊടിയല്ല, എന്തെന്നാണ് ഇപ്പോൾ ഇത്, മുളക് പൊടി മല്ലിപ്പൊടി നേരത്തെ ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. അത് ഞാൻ അതിലത്തേക്ക് ഇട്ട് കൊടുത്തു. കുറച്ച് സമയം ഞാൻ ഇളക്കി. പെട്ടെന്ന് തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കണം ഗൈസ്, ഇല്ലെങ്കിൽ മുളക് കത്തിയിട്ട് കറി കയ്പ്പ് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് ഗൈസ്. പിന്നെ നന്നായിട്ട് നമുക്കിനി ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ചിക്കൻ ഉണ്ടല്ലോ, കറി തിളച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ചിക്കൻ അതിലത്തേക്ക് കോരി ഇട്ട് കൊടുക്കുക. അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞ് കളഞ്ഞിട്ട് നമുക്കതിൻ്റെ ചിക്കൻ അതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചിക്കൻ കറീൻ്റെ മെയിനായിട്ടുള്ള സാധനമാണ് ഗൈസ് ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ ചിക്കൻ. അങ്ങനെ ഞാൻ അതിൽ പാത്രത്തിലുണ്ടായിരുന്ന ഫുൾ ചിക്കനും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കറി ഇങ്ങനെ നല്ലപോലെ തിളച്ച് വരുമ്പോൾ അതിൻ്റെ അടുത്ത് ഞാൻ ഇപ്പുറത്ത് തന്നെ ചിക്കൻ കുറച്ച് പൊരിക്കുന്നുണ്ട് കേട്ടോ. കണ്ട മുളക് പറ്റിയിട്ടാന്ന് തോന്നുന്നു ഗൈസ്, അത് ഞാൻ ഫിൽറ്റർ ഇട്ടതാണ് കേട്ടോ. പിന്നെ ശേഷം നമ്മളെ മെയിൻ സാധനമായ കറിവേപ്പില, ഓരോ ഇലയും കഴുകിയിട്ട് ഞാൻ നുള്ളി പെറുക്കിയിട്ടിട്ടാ. കാരണം കറിവേപ്പിലയാണ് ചിക്കൻ കറീൻ്റെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ചിക്കൻ കറിക്ക് നല്ലൊരു മണം കിട്ടണമെങ്കിൽ കറിവേപ്പില ഇട്ടേ പറ്റൂ. എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ജസ്റ്റ് മണത്ത് നോക്കി നല്ല മണമുണ്ട് കേട്ടോ ചിക്കൻ കറിക്ക്. ശേഷം നമുക്ക് എരിവ് വേണമെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുരുമുളക് ആവശ്യത്തിന് എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. എനിക്ക് കുറച്ചുകൂടി എരിവ് വേണോണ്ട് ഞാൻ കൂടുതൽ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിക്കാം കേട്ടോ. അങ്ങനെ ഒരു 10-15 മിനിറ്റ് വേവിച്ച ശേഷം ഞാൻ നമ്മൾ ചിക്കൻ മസാല ഇട്ട് കൊടുത്ത്, നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് ഗരം മസാല അധികം കൂടരുത്, കറിക്ക് മധുരം കൂടാനുള്ള ചാൻസ് വളരെയധികം കൂടുതലുണ്ട്. ഒരു നുള്ളു ഗരം മസാല മാത്രമേ ഇട്ട് കൊടുക്കാവൂ. ശേഷം മെയിൻ സാധനമായ മല്ലിച്ചപ്പ് ഞാൻ നല്ല പോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിച്ചപ്പ് കൂടുന്നതുകൊണ്ട് കറീൻ്റെ ടേസ്റ്റ് കൂടും കേട്ടോ. അങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമ്മളെ ചിക്കൻ കറിയുടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. നല്ല പൂളിൻ്റെ അത് പീസിൻ്റെ കളറെല്ലാം നോക്കിയേ, നല്ല മുളക് പൊടിച്ച കളറെല്ലാം വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.